Greetings to all. I am Shiba Rajan, Principal of AJ College of Paramedical Sciences, Kazhakkottam. 2004 സ്ഥാപിതമായ നമ്മുടെ ഈ സ്ഥാപനം 2 പതിറ്റാണ്ടുകൾക്കേറെയായി ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് മുൻനിരയിൽ നിൽക്കുന്ന വിശ്വാസ്യതയേറിയ ഒരു സ്ഥാപനമാണ്. ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് ഇവിടെയുള്ള കോഴ്സ് നടത്തപ്പെടുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ വിജയശതമാനം നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും തിളക്കമേറിയ റിസൾട്ട് നമുക്ക് നേടാൻ കഴിഞ്ഞു. ഈ കോഴ്സ് DME അപ്രൂവ്ഡ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലും വിദേശത്തും ധാരാളം ജോലി സാധ്യതകളുണ്ട്. ഒരു സുസ്ഥിരമായ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു കോഴ്സാണ് DMLT കോഴ്സ് അഥവാ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സ്. നമ്മുടെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള DMLT കോഴ്സിൻ്റെ മാനേജ്മെൻറ്റ് കോട്ടായിലെ അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഉള്ള വിവരമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് വൈ വി പ്രിഫർ AJ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസസ്? 2004 സ്ഥാപിതമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ വളരെ വിശ്വാസ്യതയേറിയ ഒരു സ്ഥാപനമാണ്. നമ്മൾക്ക് ഇപ്പോൾ 22ാമത്തെ ബാച്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വെൽ എക്സ്പീരിയൻസ്ഡും ഡെഡിക്കേറ്റഡുമായ ഫാക്കൽറ്റീസ് നമുക്കുണ്ട്. സ്പേഷ്യസ് ആയതും വെൽ എക്വിപ്ഡ് ആയതുമായ ലബോറട്ടറി സംവിധാനം നമ്മൾക്കുണ്ട്. വിദ്യാർത്ഥികൾക്ക് ക്ലിനിക്കൽ എക്സ്പോഷർ കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ പോസ്റ്റിങ്ങും പ്രത്യേകിച്ച് ഔട്ട് പോസ്റ്റിംഗ് ഗവൺമെൻറ് ഹോസ്പിറ്റലും പോസ്റ്റിംഗ് കൊടുക്കുന്നത് മൂലം ജോലി ലഭിച്ചു കഴിയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് സധൈര്യം ജോലി പ്രവേശിക്കാൻ സാധിക്കും. ഇത് DME അപ്രൂവ്ഡ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ ജോലി സാധ്യത വളരെ വലുതാണ്. ഇവിടെ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ പോലും സ്റ്റുഡൻസ് ഫ്രണ്ട്ലി അക്കാഡമിക് അറ്റ്മോസ്ഫിയറാണ് നമുക്കുള്ളത്. ഓരോ വിദ്യാർത്ഥിയെയും പ്രത്യേകം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കോഴ്സ് നടത്തുന്നത്. തിയറിക്കൊപ്പം തന്നെ പ്രാക്ടിക്കലിന് തുല്യ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ 15-ൽ പരം പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ നടത്തി വരുന്നുണ്ട്, ഗവൺമെൻറ് അപ്രൂവ് ആയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കോഴ്സാണ് DMLT കോഴ്സ്. ഇതിൻ്റെ ഫുൾ ഫോം ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്നാണ്. നമ്മളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ അപ്രൂവ്ഡ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആക്കുക എന്നതാണ്. ഈ കോഴ്സിൻ്റെ കാലാവധി 2 വർഷമാണ്. ഓരോ വർഷാവസാനവും പരീക്ഷ നടത്തുന്നതാണ്. കൂടാതെ 17 വയസ്സ് പൂർത്തിയായ വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാം. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷാണ്. ഈ കോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ DME അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. ഇതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനാണ് സെലക്ട് ചെയ്യുന്നത്. മെറിറ്റ് കോട്ടായും മാനേജ്മെൻറ്റ് കോട്ടായും ഉണ്ട്. മെറിറ്റ് കോട്ടായിലെ സ്റ്റുഡൻസിനെ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത LBS വഴിയും മാനേജ്മെൻറ്റ് കോട്ടായിലെ കാൻഡിഡേറ്റ്സിനെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ അതത് മാനേജ്മെൻറ്റുകളുമാണ് അഡ്മിഷൻ നടത്തി വരുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കോഴ്സിൻ്റെ എലിജിബിലിറ്റി ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സയൻസ് ഗ്രൂപ്പ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ ഓപ്ഷണൽ സബ്ജക്റ്റുകളിൽ ഓൾ ടുഗദർ 40% മാർക്കുള്ള ഒരു കാൻഡിഡേറ്റിന് ഈ DMLT കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ BHSC സയൻസ് ഗ്രൂപ്പ്, BHSC MLT, ഇപ്പോൾ MLT കോഴ്സ് നിലവിലുള്ള, അതിന് പകരം LTR ആൻഡ് ക്വാളിറ്റി കൺട്രോൾ കോഴ്സാണുള്ളത്. ലബോറട്ടറി ടെക്നീഷ്യൻ റിസർച്ച് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ കോഴ്സാണുള്ളത്. അവർക്കും ഈ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. ഗവൺമെൻറ് അപ്രൂവ്ഡ് കോഴ്സിൽ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾക്ക് 50% പാസ് മാർക്കുള്ള ഒരു വിദ്യാർത്ഥിക്ക് അവരെ വിജയിയായി പ്രഖ്യാപിക്കുകയും അവർക്ക് പാരാമെഡിക്കൽ രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യാവുന്നതുമാണ്. കേരള പാരാമെഡിക്കൽ കൗൺസിലാണ് രജിസ്ട്രേഷൻ നൽകുന്നത്. പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി സാധ്യതകൾ ധാരാളമുണ്ട്. ഈ കോഴ്സിൻ്റെ സബ്ജക്റ്റ് സ്റ്റഡി ഫസ്റ്റ് വൺ ഈസ് ബയോകെമിസ്ട്രി, രണ്ടാമത്തെ സബ്ജക്റ്റ് മെഡിക്കൽ മൈക്രോബയോളജിയാണ്, മൂന്നാമത്തെ സബ്ജക്റ്റ് പത്തോളജിയാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ സ്കോപ്പ്? ഈ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് BSc MLTയും MSc MLTയും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ ജോലി സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ കരിയർ പ്ലേസ്മെൻറ്റ്, എവിടെയൊക്കെ നമുക്ക് ജോലി ചെയ്യാമെന്നുള്ളതാണ് അടുത്തത്. നമുക്ക് പ്രധാനമായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ജോലി ചെയ്യാം. ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജുകൾ, അതുകൂടാതെ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. കൂടാതെ വെറ്റിനറി, ആയുർവേദം, ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നമുക്ക് ജോലി ചെയ്യാനുള്ള സാധ്യതയുണ്ട്.
പിന്നെ ഫാർമസ്യൂട്ടിക്കൽസിൽ ജോലി ചെയ്യാൻ സാധിക്കും. വിദേശ രാജ്യങ്ങളായ GCC കൺട്രീസിലും യൂറോപ്യൻ രാജ്യങ്ങളായ ജർമ്മനി, ഫ്രാൻസ്, UK മുതലായ രാജ്യങ്ങളിലും ജോലി സാധ്യത വളരെ കൂടുതലാണ്. ഈ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാവുന്ന തസ്തികകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ലബോറട്ടറി അസിസ്റ്റൻറ്റ്, സയൻറ്റിഫിക് ഓഫീസർ, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, ഫ്ലിബറ്റോമിസ്റ്റ്, ക്വാളിറ്റി കൺട്രോൾ ടെക്നീഷ്യൻ എന്നീ ധാരാളം തസ്തികകൾ നമുക്ക് ജോലി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു സെക്യൂറായിട്ടുള്ള ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർ ഈ MLT കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. അങ്ങനെ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ, പരിമിതമായ സീറ്റുകൾ മാത്രമുള്ളത് കൊണ്ട് അഡ്മിഷന് വേണ്ടി AJ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസസിൽ ബന്ധപ്പെടേണ്ടതാണെന്ന് അറിയിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.